ഹായ് സുഹൃത്തുക്കളെ, സമയം വളരെ വൈകിയിരിക്കുന്നു. സായാസന്ധ്യയായി. സീനിയർ സഞ്ചാരി അങ്ങനെ തൃശൂർ യാത്രാ ഗ്രൂപ്പിലെ സഹസഞ്ചാരികളോടൊപ്പം വിശാഖപട്ടണത്തെ ബീച്ച് റോഡിൽ അലസഗമനം നടത്തുകയാണ്. തിരക്ക് പിടിച്ച റോഡും അതിനപ്പുറത്തെ രാമകൃഷ്ണ ബീച്ചും ആണ് ഈ കാണുന്നത്. RK ബീച്ച് എന്ന ചുരുക്കപ്പേരിലാണ് ഈ റോഡിനെ അറിയപ്പെടുന്നത്. രാമകൃഷ്ണ ബീച്ച് സായാസന്ധ്യയോടെ സഞ്ചാരികളെ കൊണ്ട് നിറയും. റോഡിന് ഇരുപുറവുമായി 2 മ്യൂസിയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബീച്ചിനോട് ചേർന്ന് കുർസുറ സബ്മറൈൻ മ്യൂസിയമാണ് ആ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തായി, റോഡിന്റെ ഇപ്പുറത്തായി കാണുന്നത് എയർക്രാഫ്റ്റ് മ്യൂസിയമാണ്. ലൈറ്റുകൾ നിറഞ്ഞ റോഡാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ആകാശത്ത് ബഹുശതം നക്ഷത്രങ്ങൾ മിന്നിമറയുന്നത് പോലെയുള്ള നക്ഷത്രജാലകം. ആ റോഡിന്റെ തൊട്ടപ്പുറത്ത് കുർസുറ മ്യൂസിയം നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകൾക്ക് മുമ്പിലായി കണ്ടുവല്ലോ. കടലിനടിയിലെ അതിസങ്കീർണമായ ഒരു യുദ്ധവാഹനമാണ് കുർസുറ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആകാശത്തുകൂടി നാശം വിതക്കുന്ന യുദ്ധവാഹനങ്ങളുടെ ഒരു ശ്രേണി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അതിമനോഹരമായ മ്യൂസിയം കാണാം. പൊതുവെ യുദ്ധവിമാനങ്ങൾ എന്ന പേരിലാണ് അവയെ അറിയപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയം. TU-142 എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ പേരാണ്. റഷ്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് TU-142. ആ യുദ്ധവിമാനത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സീനിയർ സഞ്ചാരിയും സഹസഞ്ചാരികളും ഇവിടെ യാത്രാ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശാഖപട്ടണത്തെ പാണ്ഡുരംഗപുരം എന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൽ കയറി നമുക്ക് യുദ്ധവിമാനങ്ങളുടെ വിവിധ കാഴ്ചകൾ കാണാം. ആ യുദ്ധവിമാനങ്ങളുടെ അകത്ത് എന്തെല്ലാമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ള കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കി അകത്തേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് പരിശോധിപ്പിച്ച് അകത്തേക്ക് കടന്നു. യുദ്ധവിമാനങ്ങൾ അങ്ങനെ നിരന്ന് കിടക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ പക്ഷികളാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത്. ഒരു പാരാബോളിക് റൂഫ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ റൂഫിന്റെ അടിയിലായിട്ട് നടപ്പാതയുണ്ട്. ആ നടപ്പാത വഴി നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെന്ന് കയറുന്നത് ഒരു എയറോ ബ്രിഡ്ജ് പോലെ, സാധാരണ വിമാനത്താവളങ്ങളിലെ വിമാനങ്ങളിലേക്ക് കയറുന്നതിന് സ്ഥാപിച്ചിരിക്കുന്ന ഒരു എയറോ ബ്രിഡ്ജ് പോലെയുള്ള ഒരു നിർമ്മിതിയാണ്. ശരിക്കും നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നത് പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള അതിലേക്ക് കയറി നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു യുദ്ധവിമാനത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി നിറയെ വിവിധ യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന യുദ്ധവിമാനത്തിൻ്റെ യന്ത്രഭാഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. സാധാരണ നമ്മുടെ പാസഞ്ചർ ഷിപ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒന്നും കാണില്ല. ഒരിക്കലും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാറില്ല. നിറയെ സീറ്റുകൾ മാത്രമാണ് കാണുന്നത്. പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സീറ്റുകൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് നിറയെ യന്ത്ര ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കുർസുറ മുങ്ങിക്കപ്പലിൽ കണ്ടു. ഇതുപോലെ കുർസുറ മുങ്ങിക്കപ്പലിന്റെ അകത്തും ഇതുപോലെ നിറയെ യന്ത്രഭാഗങ്ങളായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വിമാന മ്യൂസിയത്തിലും നമ്മൾ കാണുന്നത്. പക്ഷേ കുർസുറ മുങ്ങിക്കപ്പലിൽ കാണുന്നത് പോലെ അത്രയും യന്ത്രഭാഗങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇതിൻ്റെ നടക്കുകൂടെയുള്ള നടപ്പാതയിൽ നമ്മൾ മരം കൊണ്ട് നിർമ്മിച്ച ഒരു നടപ്പാതയിലൂടെ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്ന് കാഴ്ചകൾ കണ്ടു പോകാം. ഉൾഭാഗം ഒരു വൃത്താകൃതിയിലുള്ള ഒരു മ്യൂസിയമാണ്. കാരണം വിമാനത്തിൻ്റെ അകവശം ശരിക്കും വൃത്താകൃതിയിലായിരിക്കുമല്ലോ. അതുപോലെ വൃത്താകൃതിയിലുള്ള ഒരു മ്യൂസിയത്തിലൂടെ നമുക്ക് നടന്ന് പോകാം. എന്തെല്ലാം തരം യന്ത്രങ്ങളാണ് ഇവിടെ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പലതരം യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നീളമേറിയ പൈപ്പുകൾ കാണാം, കുഴലുകൾ കാണാം. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് അംഗം ലക്ഷ്മി മുന്നേ പോകുന്നുണ്ട്. വൈമാനികനിരിക്കുന്ന ഭാഗം വരെ നമുക്കങ്ങനെ നടന്ന് പോകാം. മനുഷ്യപ്രതിമകളെ വേഷം ധരിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. നമ്മുടെ വിവിധ കാറ്റഗറിയിലുള്ള വൈമാനികരെ ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ വേഷങ്ങൾ ധരിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ദമ്പതിമാർ ഫോട്ടോ എടുക്കുന്നുണ്ട്.
സഞ്ചാരികളായ ദമ്പതിമാരാണ്. അങ്ങനെ ആ ഫോട്ടോ എടുക്കുന്ന അവരെ കടന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് നടന്നു. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് മുന്നോട്ടുള്ള ഭാഗം അടച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് ഒരിക്കലും നമുക്ക് പ്രവേശനമില്ല. അത് ശരിക്കും വിമാനത്തിൻ്റെ ഒരു കോക്പിറ്റ് എന്ന് പറയാവുന്ന സ്ഥലമാണ്, മുൻഭാഗമാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. വൈമാനികർ ഇരിക്കുന്ന കാഴ്ചകൾ കാണാം. വൈമാനികരായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പ്രതിമകളെ സൈനിക വേഷം ധരിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. കോക്പിറ്റാണ്. ആ പുറത്തേക്കുള്ള വഴി. പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങോട്ട് അകത്തേക്ക് കയറാതെ റൈറ്റ് തിരിഞ്ഞ് വലത്ത് വശത്തേക്ക് തിരിഞ്ഞ് പുറത്തേക്കുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. ആ വഴിയിൽ കൂടി നമ്മളങ്ങനെ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെന്ന് ആ വിമാനങ്ങളുടെ താഴെയാണ് നമ്മൾ ഈ വഴി ചെന്നെത്തുന്നത്. അങ്ങനെ എത്തി നോക്കുമ്പോൾ എന്താണത്, കംപ്ലീറ്റ് യുദ്ധവിമാനങ്ങളുടെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇതാ ഭീമാകാരമായ ടയറുകൾ, ഒരു വിമാനത്തിൻ്റെ ഭീമാകാരമായ ടയറുകളാണ് ഈ കാണുന്നത്. അവിടേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അതിനെ നോക്കുമ്പോൾ എന്താ വിമാനത്തിൻ്റെ അടിഭാഗ കാഴ്ചകൾ ഇതാ ഇവിടെ കാണുന്ന. താഴെ നിന്നും നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്നത് വിമാനത്തിൻ്റെ അടിഭാഗ കാഴ്ചകളാണ്. ആ നിരന്നിടക്കുന്ന വിമാനങ്ങളുടെ ചിറകുകൾ, അതിമനോഹരമായ കാഴ്ചയാണ് ആ ചിറകുകൾ. നിരന്നിടക്കുന്ന നേവിയുടെ യുദ്ധവിമാനങ്ങൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഞാനിങ്ങനെ TU-142, ഇതിൻ്റെ ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് TU-142. TU-142 യുദ്ധവിമാനങ്ങളുടെ മ്യൂസിയത്തിലേക്ക് ഞാനങ്ങനെ കടന്നു ചെന്നു. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മ്യൂസിയത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. ഇതൊരു മോഡൽ മാത്രമാണ്. ആ മോഡൽ നമുക്കിവിടെ കാണാം, ഏരിയൽ വ്യൂ. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മളിതാ കാണുന്നത് ആൻഡ്രേ പോലേവ്, റഷ്യൻ വിമാനങ്ങളുടെ ശില്പി പ്രതിമയാണ്. ഇദ്ദേഹമാണ് റഷ്യൻ വിമാനങ്ങളുടെ ശില്പി എന്ന് പറയുന്നത്. സൂപ്പർസോണിക് യാത്ര വിമാനങ്ങള്, വൈൻഡ് ടണല്, പരിപൂർണ ലോഹ നിർമ്മിത വിമാനം എന്നിവയെല്ലാം തന്നെ കണ്ടുപിടിച്ചത് പോലേവ് എന്ന റഷ്യൻ എഞ്ചിനീയർ ആണ്. ആകാശപ്പറവകളുടെ മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആകാശത്തു കൂടി ആൽബട്രോസ് പക്ഷികൾ ഇങ്ങനെ പറന്ന് പോകുന്നു. അതേ മോഡലിലാണ് ഈ വിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കുർസോള സബ്മറൈൻ കണ്ടു. ആ സബ്മറൈൻ പുറത്തു നോക്കിയാൽ അതിന്റെ കാണുന്നത് ഒരു തിമിംഗലത്തിന്റെ ഷേപ്പാണ്. കടലിൽ തിമിംഗലം സഞ്ചരിക്കുന്നതിന് നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യുദ്ധ ജലവാഹനമാണ് സബ്മറൈൻ. യുദ്ധമുഖ കാഴ്ചകളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവിമാനം യുദ്ധം ഉണ്ടാകുമ്പോൾ പാരച്യൂട്ട് വഴി എങ്ങനെയാണ് ഇറങ്ങുന്നത്, എങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ ആളുകളെ ഹെലികോപ്റ്റർ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ആ യുദ്ധക്കപ്പലുകൾ കാണിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പലിന്റെ ആ പ്രത്യേകതകൾ, കടലിൽ യുദ്ധം നടക്കുമ്പോൾ ലൈഫ് റാഫ്റ്റിലൂടെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. വിവിധ തരം ബോംബുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്നും പ്രയോഗിക്കുന്നതിന് അനുയോജ്യമായ ബോംബുകളാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. സോണാബോയ് എന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കടലിനടിയിലെ തടസ്സങ്ങൾ, അതായത് ഒബ്ജക്റ്റുകൾ, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മുങ്ങിക്കപ്പലുകൾ എല്ലാം തന്നെ കാണുന്നത്, സബ്മറൈൻസ് എല്ലാം കാണുന്നത് ഈ പറഞ്ഞ സോണാബോയ് വഴിയാണ്. ഇവിടെ തൊട്ടടുത്തായി പ്രദർശിപ്പിച്ചിരിക്കുന്നു TU-140 എന്ന വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗമാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ സൂപ്പർസോണിക് ആയിട്ടുള്ള, വളരെ അതിബൃഹത്തായ, വളരെ കപ്പാസിറ്റി ഒരു എഞ്ചിനാണ് TU-140 വിമാനത്തിൻ്റെത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തായിട്ട് ഇത് നമുക്ക് കാണാം ഒരു ടർബോ ജനറേറ്റർ. ആ ടർബോ ജനറേറ്ററിന്റെ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ ഹോളോഗ്രാഫി എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു പ്രദർശനമാണ് തൊട്ടടുത്ത്. ഡിഫ്രാക്ഷൻ എന്നുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക ഉപയോഗിച്ച് വസ്തുവിന്റെ 3D ലൈറ്റ് എങ്ങനെ നമുക്ക് ഫീൽഡിലൂടെ പുനർനിർമ്മിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. വിമാനത്തിലെ ഓക്സിജൻ ടാങ്കാണ് ഈ
പറഞ്ഞ സിൽവർ കളറിൽ ഈ കാണുന്നത്. തൊട്ടപ്പുറത്തായി ഇതാ സ്ഥാപിച്ചിരിക്കുന്നു ഫ്ലൈറ്റ് റെക്കോർഡർ. യുദ്ധവിമാനത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവനക്കാരാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതാ ഈ കാണുന്നത് ഒബ്സർവർ. അതിന് തൊട്ടപ്പുറത്തായി ഇത് പൈലറ്റ് കാണാം. പൈലറ്റിന്റെ വേഷം അല്പം നീല കളർന്നിട്ടുള്ള ഒരു യൂണിഫോം ആണ്. അത് കഴിഞ്ഞാൽ എയർ ടെക്നിക്കൽ ഓഫീസർ, ഒരു വിമാന സൈനികന്റെ വേഷം ധരിച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് ഇപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അതിനുശേഷം കാണുന്നത് ഫ്ലൈറ്റ് സിഗ്നൽ കൊടുക്കുന്ന ഒരു വൈമാനികന്റെ, നമുക്ക് തൊട്ടടുത്തതായി ഏറ്റവും ലാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് ഗണ്ണറാണ്. യുദ്ധമുഖത്തേക്ക് ആയുധങ്ങൾ പായിക്കുന്ന ഒരു യോദ്ധാവാണ്. വിശിഷ്ട സേവാ മെഡലിന്റെ ഒരു മോഡൽ ഇവിടെ മോഡലല്ല, വിശിഷ്ട സേവാ മെഡലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നേവോ സേവാ മെഡലും ഇവിടെ കാണിച്ചിരിക്കുന്നു. സേവാ മെഡൽ ലഭിച്ചിട്ടുള്ള വിവിധ വൈമാനിക ജീവനക്കാരുടെ ഫോട്ടോകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു റജാലി എന്ന ഷിപ്പിന്റെ INS റജാലിയുടെ ഒരു മെഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുന്ന ആർമിയെ പോലെ തന്നെ എയർഫോഴ്സിനെ പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒരു വിഭാഗമാണ് നേവി. ഇന്ത്യയുടെ ചുറ്റും ഗുജറാത്ത് മുതൽ ഏതാണ്ട് പശ്ചിമ ബംഗാൾ വരെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന ഇന്ത്യയുടെ കടൽ തീരം, ആ കടൽ സംരക്ഷിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് നേവി. ആ നേവിയുടെ അഭിമാനത്തിന്റെ അടയാളമായിട്ടുള്ള ആ ഒരു സിമ്പലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേവി ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ അവരെ പുകഴ്ത്തുകയാണ്, അവരുടെ സേവനം നമ്മൾ വിലമതിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ എയർക്രാഫ്റ്റ് മ്യൂസിയം കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വിവിധ കാഴ്ചകളിലൂടെ ഇനി നേരം വൈകി, ഇനി ഇത്രയും വൈകിയ ഈ നേരത്തെ ഇനി മറ്റു കാഴ്ചകളൊന്നുമില്ല. നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഗഡിരാജു എന്ന പാലസ് ഹോട്ടലിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം പറയുന്നു. സീനിയർ സഞ്ചാരി സജീവൻ കെ സതീശൻ. ബൈ.